നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. മൈക്കൽ കാരിക്ക് കോച്ചായി വന്നതിന് ശേഷം അസാമാന്യമായ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വിന്നിംഗ് സ്ട്രീക്ക് അവസാനിച്ചിരിക്കുന്നു. ഇന്നലെ നടന്ന മത്സരത്തിൽ വെസ്റ്റ് ഹാം അവരെ 1-1 സമനിലയിൽ പിടിച്ചിരിക്കുകയാണ്. 1-0 തോൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇഞ്ചുറി ടൈമിൽ ബെഞ്ചമിൻ സെസ്കോയുടെ ആ ഗോള്, എംബ്യൂമോയുടെ ഒരു സബ്ലൈം ക്രോസ്, അതിൽ നിന്ന് ആ ഫിനിഷിങ്, അതൊരു വല്ലാത്ത ഫിനിഷിങ് തന്നെയാണ്. സാധാരണ താരങ്ങൾ അത് ഒന്നുകിൽ ട്രാപ്പ് ചെയ്ത് അടിക്കാൻ വേണ്ടി ശ്രമിക്കും, വോളി അടിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് അത് ഉപയോഗപ്പെടുത്തി മനോഹരമായിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് നടത്തിയത്. അതിനുള്ളൊരു സമയമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഓവൻ ആർഗ്യൂസ് അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. കാരണം അവിടെ ഡിഫൻഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ മറ്റൊരു നീക്കം നടത്താൻ കഴിയുമായിരുന്നില്ല. ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അദ്ദേഹത്തിൽ പ്രവർത്തിച്ചു. അത് കൃത്യമായിട്ട് അദ്ദേഹം വലയിലേക്ക് മറിച്ചു വിട്ടു. സൂപ്പർ ഫിനിഷിംഗ് ആണ് ബെഞ്ചമിൻ സെസ്കോ നടത്തിയത്. അങ്ങനെയാണ് യുണൈറ്റഡ് പരാജയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് 1-1 സമനിലയിലേക്ക് മാറിയത്. ഇപ്പോൾ നോക്കുക, അല്ലെങ്കിലും ബെഞ്ചമിൻ സെസ്കോയുടെ കാര്യം എടുത്തു പറയണം. ഫുൾഹാമിനെതിരെ 90 മിനിറ്റ് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൻ്റെ 4ാമത്തെ മിനിറ്റിലായിരുന്നു ഗോള്. വെസ്റ്റ് ഹാമിനെതിരെ 90 മിനിറ്റ് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൻ്റെ 6ാമത്തെ മിനിറ്റിലാണ് ഗോള്. സോ അവസാന നിമിഷം രക്ഷകനായിട്ടൊക്കെ അവതരിക്കുന്നു സെസ്കോ. 1-1 സമനില എന്ന് പറയുമ്പോൾ ചൗഷക്കിൻ്റെ ഗോളിലാണ് വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആദ്യം ലീഡ് എടുത്തിരുന്നത്. വെസ്റ്റ് ഹാമിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ എംബ്യൂമോയും മാത്യൂസ് കുഞ്ഞയും ബ്രൂണോ ഫെർണാണ്ടസും ദിയാലയും ഒക്കെ ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ടത്. മറുഭാഗത്ത് കസ്റ്റയോനസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് വെസ്റ്റ് ഹാം അവരുടെ മുന്നേറ്റങ്ങൾ നടത്തിയിരുന്നത്. കളിയുടെ 50ാമത്തെ മിനിറ്റിലാണ് ചൗഷക്കിലൂടെ വെസ്റ്റ് ഹാം ലീഡ് എടുക്കുന്നത്. ഗോൾ മടക്കാനുള്ള യുണൈറ്റഡിൻ്റെ ശ്രമങ്ങൾ, പക്ഷേ ഗോളിലേക്ക് പന്ത് വലയിലേക്ക് കയറാത്തൊരവസ്ഥ. ഒടുവിൽ അവസാന നിമിഷത്തിലാണ് നമ്മൾ ആ പറഞ്ഞ ഗോൾ പിറക്കുന്നത്. 1-1 സമനിലയിൽ കുരുങ്ങിയിരിക്കുന്നു യുണൈറ്റഡ്. 26 കളികളിൽ നിന്ന് ഇപ്പോൾ 45 പോയിൻ്റാണ്. സംഗതി അതല്ല. യുണൈറ്റഡ് വിജയിച്ചിട്ട് തലമുടി മുറിക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ. അതായത് 5 കളികൾ തുടർച്ചയായി വിജയിച്ചെങ്കിലും മാത്രമേ താൻ ഇനി മുടി മുറിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഫ്രാങ്ക് ഗില്ലറ്റ്. അദ്ദേഹത്തിന് ഇനിയും കാത്തിരിക്കണം എന്നർത്ഥം. BBC ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിന് ടൈറ്റിൽ കൊടുത്ത് ഈ വാർത്ത കൊടുക്കുമ്പോൾ നോ വിൻ നോ ഡ്രീം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതാം.